ശാന്ത പിണങ്ങി പോയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും പിള്ളേ? അങ്ങനെ ചോദിച്ചാ ശാന്ത ഇല്ലാതെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഒരു കാര്യമില്ല. പങ്കെടുത്ത് ജയിച്ചില്ലെങ്കിൽ രാഘവേട്ടന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ വേറെ മാർഗവുമില്ല. ശാന്തിയെ തിരിച്ചു കൊണ്ടുവരാൻ വേറെ എന്താ പിള്ളേര് വഴി? ഒരു വഴിയുണ്ട്. ഈ സ്ഥിതിയിൽ നമ്മളെ സഹായിക്കാൻ ഒരേ ഒരാളെ കൊണ്ടേ കഴിയും. രോഹിത്തിന് ഇതില്ലാതെ ജീവിക്കാൻ പറ്റാതായിട്ടുണ്ടല്ലേ? പലർക്കും പലതടി ലഹരി. എനിക്കിപ്പോ ഇതാ ലഹരി. ഇതും കുടിച്ച് സുഖമായിട്ടുള്ള ഉറക്കം. എനിക്കത് മതി. അതെ, ഒരു പെങ്കൊച്ചു കൂടി ഈ വീട്ടിൽ വളർന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്താ നല്ലതാ. അത് ഞാനെന്തിനടി ഓർക്കുന്ന? ഞാൻ പറയും രണ്ടാമനല്ലേ. ഒന്നാമനെ അത് അതിൻ്റെതായ വഴിക്കൊക്കെ നോക്കിക്കോളും. എന്നാലും രോഹിത്തിനെ അച്ഛാന്ന് വിളിക്കണതിന്റെ പരിഗണനയെങ്കിലും ആ കുഞ്ഞിന് കൊടുക്കാം. കാരണം നിങ്ങൾ എങ്ങനെ വിളിക്കാൻ അവള് മാത്രമേ ഉള്ളൂ. എന്നാര് പറഞ്ഞു? കുഴപ്പം നിനക്ക്. ശ്യാമയ്ക്ക് ഇനിയൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാനാവില്ല. ജന്മന തന്നെ ശ്യാമയുടെ ഗർഭപാത്രത്തിന് കട്ടി കുറവാണ്. നിനക്ക് മാത്രം. എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. രോഹിത്തിന് എങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നേ? സാഹചര്യം, ഞാൻ അനുഭവിച്ചിട്ടുള്ള അപമാനം, വല്ലാതെ എന്നെ ബുദ്ധിമുട്ടിച്ച ആത്മസംഘർഷങ്ങള്, ഇതെല്ലാം എന്നെ ഇങ്ങനെയാക്കി. ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഞാൻ എന്നെ കോരടിച്ച് അവസാനിപ്പിച്ചതാ. ഇപ്പൊ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഇങ്ങനെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് അടിച്ചിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ടങ്ങ് പോവുക. ഒടുവിൽ കരള് തകർന്ന് കഴിഞ്ഞതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോ ആരും നോക്കാനുണ്ടാവില്ല. അങ്ങനെ വിചാരിച്ച് ഇവിടെ ആരാടി ജീവിക്കുന്നേ? ഒരാളുമില്ല. മക്കളെ നോക്കാത്ത അമ്മമാർ, അമ്മമാരെ മക്കളെ നോക്കാത്ത അച്ഛന്മാർ, പ്രായമായ മാതാപിതാക്കളെ നോക്കാത്ത എത്രയോ മക്കള്. ഇതൊക്കെ കണ്ടും കേട്ടും ജീവിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ആ ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നത്? ഇങ്ങനെ അങ്ങ് പോണം. ഒടുവിൽ ഏതെങ്കിലും ഓടയിൽ വീണ് ഒടുങ്ങുമ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുപോയി കുഴിച്ചിടും. അല്ലെങ്കിൽ മോർച്ചറിയിൽ അജ്ഞാത ശവങ്ങളുടെ കൂടെ അങ്ങ് കൂടണം. ആരും വരാതെ ആവുമ്പോൾ 4 ചീത്തയും പറഞ്ഞ് ഏതെങ്കിലും ഒരു കുഴിയിലിട്ട് അവരൊരു അന്ത്യവിശ്രമം തരും. അത് മതി എനിക്ക്. ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. പിന്നെ നിനക്കെന്താ? പറഞ്ഞില്ലെന്ന് വേണ്ട. നാളെ ആ ഫുഡ് കോമ്പറ്റീഷൻ ശാരദാമേ സത്യാമ്മയും പൊട്ടിച്ച് പാളീസാക്കാൻ വേണ്ടി സുസ്മിത തുനിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ശാരദാമ്മയുടെ കൈപ്പുണ്യൊക്കെ പിന്നെ കുറച്ചൊക്കെ നിനക്കും കിട്ടിയിട്ടുള്ളതല്ലേ. അതുകൊണ്ട് സുസ്മിതയ്ക്ക് സഹായിയായി നീ പോണം. ഞാനോ? അതും അവളെ സഹായിക്കാൻ? എന്നെ കൊന്നാലും ശരി, അവളെ സഹായിക്കാൻ ഞാൻ പോയില്ല. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാ. എങ്കിൽ രോഹിത് ചെല്ല്. പഴയ കാമുകിയും കെട്ടി കൂടെ നടന്നതൊക്കെയല്ലേ.
ഒരുപാട് സ്വപ്നങ്ങൾ ഒന്നിച്ച് കണ്ടല്ലേ? ആ എന്നാ പിന്നെ ഒരുമിച്ച് പാചകം ചെയ്താലെന്താ? ഡേ, നീ പോകും, സുസ്മിതയെ സഹായിക്കുകയും ചെയ്യും. പിന്നെ ഇത് പറയുന്ന രോഹിത. ആര് വാക്ക് കൊടുത്താലും ആര് പറഞ്ഞാലും ചെന്ന് സഹായിക്കേണ്ട ആള് ഞാനല്ലേ? ആ ഞാനാ പറയുന്നേ പറ്റില്ലാന്ന്. ഡേ, ഈ വീട് അവളുടേതാ. ഞാൻ ഈ കുടിക്കുന്ന കള്ളു വരെ അവള് വാങ്ങി തന്നതാ. അപ്പോ അവളെ സഹായിക്കേണ്ട കടമ എന്റേതാ. സഹായിച്ചോ? ഞാൻ സഹായിക്കില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. നിക്കടി, വാശിയാണോ? ആ ഇതെനിക്ക് വാശി തന്നെയാ. എന്റെ അമ്മയെ തോൽപ്പിക്കാനായിട്ട് ഞാൻ അവൾക്ക് കൂട്ടുപോണെന്ന് രോഹിത്തിന് എങ്ങനെ പറയാൻ തോന്നിയേ? അല്ലെങ്കിൽ തന്നെ അങ്ങനെ പോകുന്നത് ശരിയാണോ? എന്റെ അമ്മ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കൂ. എടേ, നിന്റെ അമ്മയും ജയിക്കില്ല, സത്യാമ്മയും ജയിക്കില്ല. ആ അതിനുള്ള പണി എന്തായാലും സുസ്മിത ഉപയോഗിച്ചോളും. ദേ, നീ ഇപ്പൊ സുസ്മിതയുടെ കൂടെ നിന്ന ജയിച്ച ടീമിന്റെ ഭാഗമായി മാറാൻ കഴിയും. അതൊരു ചെറിയ കാര്യമൊന്നും അല്ല. എനിക്കതൊരു ചെറിയ കാര്യം തന്നെ. ഇത് അവസാന തീരുമാനമാണോ? അതെ. രോഹിത് എന്നെ നോക്കണ്ട, ഞാൻ വരില്ല. നിക്കടി ഇവിടെ. വിട് രോഹിത്തെ. നീ വരും, സുസ്മിതയ്ക്ക് കൂട്ടു പോവുകയും ചെയ്യും. ദേ, രോഹിത്താ പറയുന്നേ. ഞങ്ങള് വന്നത് സത്യാമ്മയ്ക്കൊപ്പം ശാന്തിച്ചി ഇന്നത്തെ കോമ്പറ്റീഷന് സഹായിയായി പോണെന്ന് പറയാന്. എന്റെ കുഞ്ഞെ, അക്കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. എന്നെ മനസ്സിലാക്കാത്തവർക്കൊപ്പം ഞാൻ എങ്ങനെ ജോലി നോക്കുന്നത്? അതൊന്നും ശാന്ത ഇപ്പൊ മനസ്സിൽ വെക്കരുത്. ചില തെറ്റിദ്ധാരണയുടെ പുറത്താ അങ്ങനെയൊക്കെ സത്യാമ്മ പറഞ്ഞത്. പണം തിരിച്ചു കിട്ടിയായിരുന്നു. അത് രാഘവൻ സാറിന്റെ ഓർമ്മക്കുറവ് കൊണ്ട് സംഭവിച്ചതാ. സുഖമില്ലാത്ത ആളല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്ത് വഴക്ക് പറഞ്ഞാലും സോറി എന്ന രണ്ടേ രണ്ട് വാക്കിലെല്ലാം തീർന്നു എന്ന് കരുതുന്ന നിങ്ങൾക്കൊക്കെ ചിലതൊക്കെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്ക് കുറച്ച് സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. സങ്കടം ഞങ്ങൾക്കും ഉണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ശാന്തയെ കുറ്റപ്പെടുത്തിയതിനും മാനസികമായി ബുദ്ധിമുട്ടിച്ചതിനും എല്ലാം അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം. അയ്യോ, പിള്ളച്ചേട്ടൻ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? ഞാൻ എന്റെ സങ്കടം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതെനിക്ക് അത്രയും വേദനിച്ചോണ്ടല്ലേ, അതാ എനിക്ക് മറക്കാൻ പറ്റാത്തത്. ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് സമ്പത്തിനേക്കാൾ വലുത് അഭിമാനോ? അതിന് മുറിവേൽക്കുമ്പോ മനസ്സ് വല്ലാതെ പിടയും. അതുകൊണ്ടാ ഞാനും പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. ശാന്തിജി, മറ്റൊന്നും വിചാരിക്കണ്ട. സത്യാമ്മയുടെ സ്വഭാവം അറിയാലോ. എന്നെ തന്നെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാനും അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചങ്ങനെ ജീവിക്കുന്നു. നമ്മള് അങ്ങനെയല്ലേ? ശാന്ത സത്യാമ്മയുടെ കാര്യം നോക്കണ്ട, രാഘവൻ സാറിന്റെ കാര്യം നോക്കിയാൽ മതി. ഞാൻ ഈ ഓടി നടക്കുന്നതെല്ലാം രാഘവൻ സാറിന്റെ അസുഖം ഭേദമാക്കാൻ പറ്റും എന്ന ഒറ്റ വിശ്വാസത്തില. ഈ മത്സരത്തിൽ നിന്നും വിജയിച്ച് കിട്ടുന്ന പണം ഉണ്ടെങ്കിൽ എന്റെ സാറിന് ചികിത്സിക്കാൻ പറ്റുമല്ലോ. ശാന്തിജി, ഇപ്പൊ മറ്റൊന്നും വിചാരിക്കണ്ട. വിഷ്ണുട്ടന്റെ അച്ഛന് വേണ്ടിയിട്ടല്ലേ? നമുക്ക് സഹായിച്ചേ പറ്റൂ. ശാന്തിജി കൂടി ഈ അവസാന സമയത്ത് കൈവിട്ട പിന്നെ സത്യമയ്ക്കൊപ്പം പിന്നെ ആരും ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് ഈ മത്സരത്തില് സത്യമയ്ക്ക് ജയിക്കാനും പറ്റില്ല. ശാന്തിജി ഒന്നും പറഞ്ഞില്ല. ഞാനിപ്പോ എന്ത് പറയാനാ കുഞ്ഞെ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോ ഞാൻ എങ്ങനെ പറ്റില്ല എന്ന് പറയുന്നത്? നിങ്ങളെ രണ്ടുപേരെയും എനിക്കങ്ങനെ തള്ളിക്കളയാനാവില്ലല്ലോ. ഞാൻ വരാം. ശാന്തിജി, വന്നാ മാത്രം പോരാ, സത്യമേ ജയിപ്പിച്ചേ ഒക്കൂ. അതിനുവേണ്ടി ശാന്തിജി ശ്രമിക്കുകയും വേണം. ഇപ്പോഴുള്ള വഴക്കും ബഹളവും എല്ലാം
നമ്മുടെ മത്സരത്തിൽ കാണിക്കുകയും ചെയ്യരുത്. ഇത് ശാരദാമ്മയുടെ കളരിയാ കുഞ്ഞെ. പുറമെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞങ്ങളുടെ ജോലിയെ ബാധിക്കില്ല. അന്നത്തെ വണങ്ങുന്നവരാ ഞങ്ങള്. ആ അന്നത്തെ ഞങ്ങൾ ആരും നിഷേധിക്കില്ല. അന്നം തരുന്നവരെ ധിക്കരിക്കുകയില്ല. കുഞ്ഞു സമാധാനമായിട്ട് പൊയ്ക്കോളൂ. സത്യാമ്മയ്ക്കൊപ്പം ഞാനുണ്ടാവും. സത്യാമ്മയെ ജയിപ്പിക്കാൻ തന്നെ. പപ്പി, പപ്പി മോളെ, ഇവളിതെവിടെ പോയി? പപ്പി, പപ്പി, പപ്പി. പപ്പി, രോഹിത്തെ, പപ്പി മോളെ കണ്ടോ? പപ്പി മോളെ, ഈശ്വര, എന്റെ കുഞ്ഞ് താഴെ കാണാൻ പോയി നിൽപ്പുണ്ടോ? ശ്യാമേ, ആ, പപ്പി സുരക്ഷിതമായിട്ടുണ്ട്. ഇവിടെ തന്നെ. എന്താ പറഞ്ഞേ? ആ, എന്റെ കുഞ്ഞ് എവിടെ ഉണ്ടെന്നാ പറഞ്ഞേ? പപ്പി സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ. പക്ഷേ നിന്റെ കയ്യിൽ കുഞ്ഞിനെ തരണമെങ്കിൽ നീ ഞങ്ങൾ പറയും പോലെ അനുസരിച്ചേ പറ്റൂ. ഓളെ വെച്ചെനിക്ക് വില പറയുവാണോ? മാന്യമായ രീതിയിൽ പറഞ്ഞിട്ടൊന്നും നീ കേൾക്കുന്നില്ല. അതുകൊണ്ട് അല്പം വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ നീക്കാന്ന് വിചാരിച്ചു. ഇത് നീയായിട്ട് തന്നെ ഉണ്ടാക്കിയ പൊല്ലാപ്പ. അതുകൊണ്ട് നീയായിട്ട് തന്നെ ഒരു സൊല്യൂഷൻ കാണും. എന്റെ മോളെ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യണ്ടേ? ഫുഡ് കോമ്പറ്റീഷൻ മത്സരത്തില് സുസ്മിതയുടെ സഹായിയായിട്ട് നീ പോകണം. ശാരദാമ്മയുടെ മകളെന്ന നിലയിൽ കുറച്ച് കൈപുണ്യമൊക്കെ നിനക്ക് കിട്ടാതിരിക്കില്ലല്ലോ. ആ കൈപുണ്യം ഈ മത്സരത്തില് സുസ്മിതയ്ക്ക് വേണ്ടി നീ ഉപയോഗപ്പെടുത്തണം. മത്സരത്തിൽ ശാരദാമ്മയും സത്യഭാമയും ജയിക്കാതെ വിജയം എനിക്കായിട്ട് നീ വാങ്ങിത്തരണം. അവരെ രണ്ടുപേരെയും തോൽപ്പിച്ചോണ്ട് നിനക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഉം? അത് നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. അവരെ തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കാ. കാരണം നിന്റെ പപ്പിമോള് നിന്റെ അടുത്തേക്ക് തിരിച്ചെത്തണമെങ്കിൽ ഞാൻ വിജയിച്ചിരിക്കണം. ഞാൻ പണവും ട്രോഫിയും കൈപ്പറ്റുമ്പോ നിന്റെ സമീപത്ത് നിന്റെ അമ്മയെന്ന് വിളിച്ചോണ്ട് നിന്റെ മോളുണ്ടായിരിക്കും. ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം ചെയ്യാം. പക്ഷെ എനിക്ക് എന്റെ മോളെ ഇപ്പൊ കാണണം. ആ, അയ്യോ, അത് അനുവദിക്കാനാവില്ലല്ലോ ശ്യാമേ. ആ, ഒരു കാര്യം ഞങ്ങൾ ഉറപ്പു തരാം. കുട്ടി സുരക്ഷിതമായിരിക്കും ഞാൻ ജയിക്കുന്നത് വരെ. രോഹിത്, പപ്പിമോൾ ഇപ്പോഴും രോഹിത്തിന്റെ അച്ഛന്ന് തികച്ചു തന്നെയാ വിളിക്കുന്നേ. രോഹിത്, അത് മറക്കരുത്. എന്നെ സഹായിക്കുന്നവരുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റൂ. ശരി, ഞാൻ സമ്മതിച്ചു. ഞാൻ വരാം. എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കുകയും ചെയ്യാം. പക്ഷെ മത്സരം കഴിയുമ്പോ ഒരു പോറല് പോലും ഏൽക്കാതെ എനിക്ക് എന്റെ മോളെ തിരിച്ചു തരണം. ആ, അത് ഡബിൾ ഓക്കെ. പക്ഷെ മത്സരവേദിയിൽ അമ്മയും അമ്മായിയമ്മയും കുഞ്ഞേച്ചിയൊക്കെ കാണുമ്പോ മോളെ മറക്കരുത്. മറന്നാൽ ഞങ്ങൾ ബോധപൂർവം പപ്പിമോളെ അങ്ങ് മറക്കും. ഇല്ല, ഞാൻ കൂടെ നിന്നോളാം. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്തും സഹിച്ചോളാം, എന്തും. രോഹിത്, നമ്മുടെ മോൾക്കൊന്നും സംഭവിക്കരുത്. അവളില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ഹലോ, എടി മോളെ,
ഈ ശാരദാമ്മയും സത്യഭാമയും മത്സര സ്ഥലത്തേക്ക് എത്തിക്കാതിരിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എടി, നീ അവിടെ പോയി എന്ത് വെട്ടിയിട്ട് കൊടുത്താലും നീയേ ജയിക്കും. ചിറ്റപ്പനപ്പൊ പണി തുടങ്ങിയല്ലേ? പിന്നെ തുടങ്ങാതിരിക്കാൻ പറ്റും മോളെ. മത്സരിക്കുന്നതേ ചിറ്റപ്പന്റെ സുസ്മിത മോളല്ലേടാ. ആ പിന്നൊരു കാര്യം. ആ ചിറ്റപ്പൻ പറഞ്ഞു. എടീ, അവര് രണ്ടുപേരും സമയത്തിന് എത്തില്ല എന്ന് മാത്രമല്ല, മത്സരത്തിലെ പങ്കെടുക്കുകയില്ല. ഈ 10 ലക്ഷം ട്രോഫിയും കിട്ടിക്കഴിയുമ്പോഴേ ട്രോഫി മക്കളെടുത്തോ. പക്ഷേ 10 ലക്ഷത്തിന്റെ ഒരു വിഹിതം ചിറ്റപ്പന് തരണം കേട്ടാ. ഈ വിജയം എന്റെ ഒപ്പം എന്റെ ചിറ്റപ്പൻ കൂടി ആഘോഷിക്കും. ആ പറഞ്ഞെന്റെ പൊരുള് മനസ്സിലായല്ലോ. ചിറ്റപ്പന് സന്തോഷിക്കാനുള്ളത് ഈ സുസ്മിത അറിഞ്ഞു തരുമെന്ന്. അതനുസരിച്ച് ചിറ്റപ്പനൊന്ന് അറിഞ്ഞു നിന്നാ മതി. ഏത് മത്സരാർത്ഥിയെയും നമ്മൾ പൊട്ടിച്ചിരിക്കും. ഓക്കേടി. അപ്പൊ മോളെ, നീ പെട്ടെന്നിങ്ങ് പോരെ. രോഹിത്, ഗംഭീര സെറ്റപ്പാണല്ലോ. സംഗതി നമ്മളെ അറിയിക്കാതെയാണ് അവള് വന്നെങ്കിലും വലിഞ്ഞേറി വരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. പൊക്കളയാം. ഇയാള് പണിക്കൊന്നും പോകത്തില്ലേ? ആ ഇവിടെ ഉണ്ടാ. സുസു ഹായ്, ഞാൻ എത്തി. എന്ത് പിടിച്ചില്ലേ? സർ, തുടങ്ങട്ടെ പ്ലീസ്. ഡിയർ ഫ്രണ്ട്സ്, പാചകം ഒരു കലയാണോ? ആ ചോദ്യം ചോദിക്കേണ്ടത് ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളോടാണ്. കാരണം നമ്മുടെ വീടുകളിൽ അമ്മയോ സഹോദരിയോ അല്ലെങ്കിൽ ഭാര്യയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിക. ആ ഭക്ഷണത്തിന് രുചി കൂടും എന്നാണ് പറയുക. കാരണം അവരതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അവരുടെ സ്നേഹവും വാത്സല്യവും ശ്രദ്ധയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശംസാവാചകം എല്ലാം കൊണ്ടും അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പാചകം നൃത്തം പോലെ, സംഗീതം പോലെ ഒരു കല തന്നെയാണ്. എവിടെന്ന് ചുമ്മാ അടിച്ചു വിടണേണ്. യൂട്യൂബിൽ പാചകപ്പണി ഇല്ലെന്നുണ്ടെങ്കിൽ ഇവളുടെയൊക്കെ വീട് പട്ടിണിയായിരിക്കും. KPT കമ്പനി പുതിയതായി പുറത്തിറക്കുന്ന പരിശുദ്ധം കറി മസാല കൂട്ടിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഫുഡ് കോമ്പറ്റീഷന് വേണ്ടി എത്തിയിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളെയും ഞങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നളനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാചക വിദഗ്ധൻ എന്നാണ് ഐതിഹ്യം. പക്ഷേ ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പാചക കലയിലെ റാണിയെ കണ്ടെത്തുന്ന അതിശക്തമായ ഒരു മത്സരമാണ്. ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കാനുണ്ടായ പ്രചോദനം എന്താണെന്ന്
കമ്പനി ചെയർമാനായ സാബു വർഗീസ് സാറിനോട് തന്നെ ചോദിക്കാം. പറയൂ സർ. കഴിഞ്ഞ 40 വർഷമായി ചെമ്മീൻ എക്സ്പോർട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് KPT. KPTയുടെ പുതിയ സംരംഭമാണ് പരിശുദ്ധം കറിമസാല കൂട്ട്. ശുദ്ധമായ കറിമസാല പൊടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതുതന്നെയാണ് KPTയുടെ ലക്ഷ്യവും. മത്സരിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന 4 ടീമുകൾക്കും എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വിജയികളാവുന്നവർക്ക് KPT നൽകുന്നത് 10 ലക്ഷം രൂപയാണ്. ഇവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്ന 4 ടീമുകളും ഈ മേഖലയിൽ പ്രഗത്ഭരും പ്രശസ്തരുമാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരം തികച്ചും വാശിയേറിയതുമായിരിക്കും. വാശി മാത്രമേ ഉള്ളൂ, പാചകം ഇല്ല. പിന്നെ വാചകമുണ്ട്, അതാവശ്യത്തിന്. അതിൽ ഇവള് തന്നെ ഫസ്റ്റ്.